വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. ഈ രാജാജി നഗറിൽ തന്നെ ത്രീസ് കളിക്കുന്ന 3 പേർ കളിക്കുന്ന 3 6 പേർ കളിക്കുന്ന ഒരു ചെറിയ സ്റ്റേഡിയമുണ്ട്. അതിലിപ്പോഴവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. റോഡേ പോകുമ്പോൾ നമുക്ക് കാണാം. രാജാജി നഗറിൽ ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും ഫുട്ബോളിനോട് വലിയ കമ്പമാണ്. പൊതുവിൽ ഫുട്ബോളെന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരുടെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ കളിയാണ് ഫുട്ബോൾ. ലോകത്തെ എല്ലാ ഫുട്ബോൾ താരങ്ങളും വളരെ വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ശ്രീകുട്ടൻ ഇപ്പോൾ 23 വയസ്സിന് താഴെയുള്ള ദേശീയ ടീമിൽ, ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം 2-3 കളി കളിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയും. മഹാരാജ് കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു സാധാരണക്കാരൻ സ്വന്തം പരിശ്രമം കൊണ്ട് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇവിടെ ഈ നഗറിലെ താമസിക്കുന്ന ആൾക്കാരും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുമൊക്കെ വന്ന് അദ്ദേഹത്തെ അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും അദ്ദേഹത്തിൻ്റെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാനാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ബാക്കി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയും. എന്താ പറയുക, വളരെ സന്തോഷമാണ്. കാരണം ഈ കോളനിയിൽ നിന്ന് കളിച്ച് ഇത്രയും ദേശീയ ടീമിൽ എത്താന്ന് പറയുന്നത് തന്നെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാ പിള്ളേരുടെയും. അപ്പോൾ അവിടെ വരെ കളിച്ചെത്തി അവിടെയെല്ലാം 3 കളിയിലും കളിക്കാൻ പറ്റിയ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 2 കളി ഞങ്ങൾ ജയിച്ചു. അതിൽ ടീമിനോട് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ വളരെ സന്തോഷമാണ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ കോളനിയിൽ ഇത്രയും തിരക്കായ മനുഷ്യൻ ഞങ്ങളെ കാണാൻ ഇവിടെ വരെ എത്തി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് ഞങ്ങളെ കണ്ട് ഇത്ര അനുമോദിക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വളരെ നന്ദി. തീർച്ചയായും ഞങ്ങളെ കോളനിയിൽ എന്നെയും കാട്ടിയും കളിക്കാൻ അറിയുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. പക്ഷെ ഞങ്ങൾക്കിവിടെ എല്ലാവരും ഈ കോളനിയിൽ ഒതുങ്ങിക്കൂടുകയാണ്. കാരണം ഗ്രൗണ്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പോസ്റ്റിൽ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അത് മാത്രമാണ് അറിയാവുള്ളൂ. അപ്പോൾ വലിയ ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒന്നും അറിയില്ല എങ്ങനെ കളിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. എന്നെയും കാട്ടി ടാലൻ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഓരോ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവരവരുടെ ഓരോ ഇതിലങ്ങ് നിന്ന് പോവാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻകാരുമായിട്ട് ആലോചിച്ചിട്ട് എന്താ ഗ്രൗണ്ടിൻ്റെ കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ആകെയുള്ള സെൻട്രൽ സ്റ്റേഡിയം, അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഡിയം, അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, പൂജപ്പുര സ്റ്റേഡിയം, പിന്നെ പോലീസ് സ്റ്റേഡിയം, വീണ്ടും നമ്മുടെ തെക്കാനുള്ള പോലീസ് സ്റ്റേഡിയം, പിന്നെ ഉള്ള സായിയാണ്, കാര്യവട്ടത്തുള്ള സായിക്കാണ് കുറച്ച് സ്റ്റേഡിയംസ് ഉള്ളത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ കുറച്ച് സ്റ്റേഡിയംസ് ഉണ്ട്. ഇവർക്കെല്ലാം ഈ SME സ്കൂളിൻ്റെ സ്റ്റേഡിയം മഞ്ഞാലിക്കുളം കുറച്ച് വലിയ സ്റ്റേഡിയമാണ്. അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം കളിക്കാൻ വേണ്ടി. അതിവിടെ മാത്രമല്ല, സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേഡിയങ്ങൾ വൈകുന്നേരം സമയത്ത് കുട്ടികൾക്ക് ചില കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കാം. കളിക്കാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ചില പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് നിയന്ത്രണം വെച്ചത്. പക്ഷേ ഗ്രൗണ്ടിന് പകരം ഗ്രൗണ്ട് തന്നെ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പിന്നെ അങ്ങനെ ഒരു അവസരം കൊടുത്താൽ കുറേ കുട്ടികൾ കളിക്കാനുള്ള അവസരം കിട്ടും. അതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്.